ശ്രീ MK ഹരിദാസ്, ഈ പ്രശ്നം എന്ന് പറയുന്നത് അലാറം അടിച്ചിട്ട് കേട്ടില്ല എന്നുള്ള നിലയിൽ ചുരുക്കി കണ്ടാലുള്ള പ്രശ്നം ഇവിടെ ധാരാളം വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രാഥമികമായി തന്നെ നിങ്ങൾ മെഡിക്കൽ കോളേജിലെ ഒരു ലിഫ്റ്റിൽ പെട്ടാൽ അതിലൊരു SOS സംവിധാനവും ഇല്ല. നിങ്ങൾ പെട്ടാൽ പെട്ടതാണ് എന്ന് വരുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രശ്നം അവിടെ ഉണ്ട് എന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതായി ഈ ചർച്ചയിൽ തന്നെ വെളിപ്പെടുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം ലിഫ്റ്റുകളുമായി ബന്ധപ്പെട്ടുണ്ട്. ലിഫ്റ്റുകളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഫയർ ആൻഡ് സേഫ്റ്റി നോംസ് പല കാര്യങ്ങളും വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു മുന്നറിയിപ്പുണ്ട് എങ്കിൽ അതിന് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അത് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഇത് കേവലമായി 2-3 ജീവനക്കാർ, ഈ പറയുന്ന ഉദ്യോഗസ്ഥർ, സർജന്റ് വൈകുന്നേരം വന്ന് നോക്കിയില്ല എന്നുള്ള നിലയിൽ ലഘൂകരിക്കാൻ പറ്റുമോ ഈ വിഷയത്തെ? ഒരിക്കലുമില്ല. ഈ രവീന്ദ്രൻ നായർക്ക് പകരം പെട്ടത് ഒരു അമ്മയും കുഞ്ഞുമാണെന്ന് അഭിലാഷും ശ്രീ റെജി ലൂക്കോസൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും നമ്മൾ ആ ലിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്? ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹത്തിന് പ്രാദേശികമായിട്ട് വളരെയധികം പ്രവർത്തിച്ച് പരിചയമുണ്ട്, അദ്ദേഹത്തിന് അതിൻ്റേതായ മനക്കരുത്തുള്ളത് കൊണ്ട് ഇത്രയും സമയം പിടിച്ചു നിന്നു. പക്ഷേ ഒരു അമ്മയും കുഞ്ഞുമാണ് അതിൻ്റെ ഉള്ളിൽ പെട്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്ന് സംസാരിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. അപ്പോൾ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾ ആദ്യം ചെന്നെത്തേണ്ടത് ആതുരാലയങ്ങളിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പലതും ചേർത്ത് വെച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആതുരാലയങ്ങൾ അങ്ങേയറ്റം രോഗാതുരമാണ് എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെ പെരുപ്പിച്ച് കാട്ടിക്കൊണ്ട് ഉള്ളതിനെ അങ്ങേയറ്റം മോശപ്പെടുത്തരുത്, അത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. 574 കോടി രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സാധനങ്ങൾ സപ്ലൈ ചെയ്തവർക്ക് കൊടുക്കാനുള്ളതിൻ്റെ പേരിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 64 ഓപ്പറേഷൻ മാറ്റിവെച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ കൂടി നമ്മൾ ഇത്തരത്തിൽ കാണുമ്പോൾ മെഡിക്കൽ കോളേജുകൾ എത്രത്തോളം ദുരിതമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വിരലിന് പകരം നാക്ക് ഓപ്പറേഷൻ ചെയ്ത കുട്ടിയുടെ പ്രശ്നത്തിൻ്റെ അന്ന് പങ്കെടുത്ത IMAയുടെയും KGMOയുടെയും ഡോക്ടർമാർ പറഞ്ഞത് എന്താ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്രയോ ഡോക്ടർമാരുടെ കണക്ക് പറഞ്ഞതും എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് സംഖ്യ ഞാൻ പറയുന്നില്ല. എത്രയോ ഡോക്ടർമാരുടെ ഒഴിവുണ്ട്, എത്രയോ ഒരുപാട് ഒഴിവുകളും ഒരുപാട് ഉപകരണങ്ങളുടെ കുറവിൻ്റെയും പേരിലാണ് അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നത്. പല ഡോക്ടർമാർക്കും 2-3 ഡ്യൂട്ടികൾ ചെയ്യുന്നത് വരുന്നത് കൊണ്ടാണ്. ഇന്ന് ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുൻ കൗൺസിലർ ശ്രീകുമാറും ഞാനും മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം ഈ RMOൻ്റെ കാര്യവും 2 ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ കാര്യവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കുറവിൻ്റെ കാര്യം പറഞ്ഞത് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് സത്യമാണ്. അവിടെ അത് കാലങ്ങളായിട്ട്, ഇന്നും ഇന്നലെ ഒന്നുമല്ല. അപ്പോൾ പരിമിതികളുടെ നടുവിലൂടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ കടന്നു പോകുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന സേവനം ഒരു ഔദാര്യമൊന്നുമല്ല ശ്രീ റെജി ലൂക്കോസിനോടായാലും അഭിലാഷിനോടായാലും പറയാനുള്ളത്. കാരണം സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ താരതമ്യപ്പെടുത്തിയോ സ്വകാര്യ ആശുപത്രികളെ താരതമ്യപ്പെടുത്തിയോ നമ്മുടെ മെഡിക്കൽ കോളേജുകളെ പറയാൻ പറ്റില്ല. കാരണം അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ നികുതി പണം കൊണ്ടാണ്. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര ചികിത്സ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ഉപദ്രവമാകുന്ന ചികിത്സയും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളിലെ ലിഫ്റ്റുമൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വേണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് കേരളീയം 2 നടത്തുക മാത്രമാണ് ഇനി കേരളത്തിൽ ബാക്കി എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടത്തോട് ഈ രവീന്ദ്രൻ നായരും അതുപോലെ തന്നെ ജോയിയും പറയുന്നത് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക. ഇവിടെ അതിനപ്പുറം പലതും ചെയ്യാനുണ്ട്. അതിലേക്ക് ശ്രദ്ധ തിരിയേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള കേരളീയം 2ഉം നിങ്ങൾ നടത്തുന്ന നവകേരള സദസ്സും ഒന്നുമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യം. ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ ചുമതല. ആ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടതാണ് സർക്കാർ ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ട് സർക്കാർ ആശുപത്രികൾ. അത് കൃത്യമായി നടത്തിക്കൊണ്ടു പോകാനാകാതെ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിൽ ദുരന്തങ്ങളിൽ അവസാനിക്കുകയാണെങ്കിൽ ഇതൊരു അവസാനത്തെ സംഭവമാകട്ടെ എന്നുള്ള നിലയ്ക്ക് അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി.